കൃത്യമായ റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്താതിരുന്നാലുള്ള വിരമിക്കൽ ജീവിതത്തിൽ വരുന്ന റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ റിസ്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് ഹെൽത്ത് കെയർ എക്സ്പെൻസിനുള്ള റിസ്ക് ആണ്. പല ആളുകളും അവരുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് റിട്ടയർമെന്റ് ലൈഫിൽ വരാൻ സാധ്യതയുള്ള ഹെൽത്ത് എക്സ്പെൻസസിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനിങ് നടത്താറുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രായമാകും തോറും എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും, ഇൻഷുറൻസ് എന്ന് പറയുന്നത് 24 മണിക്കൂറെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഒരു ഓൾഡ് ഏജിലേക്കൊക്കെ എത്തുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ സ്ഥിരമായ മരുന്ന് കഴിക്കില്ല, അല്ലെങ്കിൽ ഹോം കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. അപ്പൊ ഇതിനൊന്നും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കില്ല. നമ്മുടെ പോക്കറ്റിൽ നിന്നും ക്യാഷ് പോകുന്ന രീതിയാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പൊ ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മളൊരു റിട്ടയർമെന്റ് പ്ലാനിങ് റെഡിയാക്കാനായിട്ട്. ഇതിനെ മറികടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെ റിട്ടയർമെന്റ് പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഹെൽത്ത് കെയർ എക്സ്പെൻസ് കൂടെ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെക്കുക എന്നുള്ളത് അതിന്റെ ഒരു പ്രതിവിധിയാണ്. കാരണം നമ്മളെപ്പോഴും സേവിങ്സ് എന്ന രീതിയിൽ ബാങ്കിലൊക്കെ പൈസ ഇടാറുണ്ട്. അതിനെ ഒരു എമർജൻസി ഫണ്ടായിട്ട് സ്വരൂപിക്കുക. ഒരു കുറച്ച് എമൗണ്ട് അവിടെ സേവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലെയുള്ള നിരന്തരമായ മെഡിസിൻ എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഹോം ട്രീറ്റ്മെന്റ് എടുക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഫണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഹോസ്പിറ്റൽ കേസ് അല്ലാത്ത രീതിയിലുള്ള മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരുപാട് പണം കളയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ സ്വരൂപിച്ച് വെക്കുക, കൃത്യമായിട്ട് ബഡ്ജറ്റിംഗ് നടത്തുക അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളത്. പ്രായമാവും തോറും പല ആളുകളും അതൊക്കെ പ്രായത്തിൻ്റെതായ അസുഖങ്ങളാണ് എന്ന് വിചാരിക്കുമെങ്കിലും ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് പ്രായമുള്ളവർ പോലും ചില ആളുകൾ വളരെ നന്നായിട്ട് അപ്പോഴും ആരോഗ്യത്തോടെ ഓടി നടക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ അത്രയും ഏജ് ആവുന്നതിന് മുന്നേ തന്നെ സുഖമില്ലായ്മ കൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അത് കുറേയൊക്കെ നമ്മളുടെ ഹെൽത്ത് നമ്മൾ സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള ഹെൽത്ത് സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫുഡിലും നമ്മുടെ ദിനചര്യകളിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി, അത്യാവശ്യം എക്സസൈസ്, നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ്, ഇതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കൂടെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് എത്തുമ്പോൾ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയറിന്റെ ആ ഒരു റിസ്ക് നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത റിസ്കിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം.